തുടർ ഭരണത്തിനെതിരായി കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കെ സച്ചിദാനന്ദന്റെ വിമർശനങ്ങൾക്ക് പിന്നാലെ അനുനയ നീക്കവുമായി സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ സച്ചിദാനന്ദനെ വീട്ടിലെത്തി കണ്ടു. സച്ചിദാനന്ദന്റേത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണമായി കണക്കാക്കുന്നില്ല എന്ന് കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു. അല്ല, മാഷ് പറയാത്ത കാര്യം മാഷ് ഉദ്ദേശിക്കാത്ത അർത്ഥത്തിൽ വന്നു എന്നുള്ളതാണ് മാഷ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, ആ അർത്ഥത്തിലല്ല മാഷ് പറഞ്ഞത്. വിശാലമായൊരു താത്വിക തലത്തിലാണ് മാഷ് പറഞ്ഞത്. കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു നിലപാടെടുത്തു എന്ന അർത്ഥത്തിൽ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ഞാനും അശോകൻ ചെരുവിലും സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യം. തുടർഭരണവുമായി ബന്ധപ്പെട്ട തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് ഇന്നും സച്ചിദാനന്ദൻ വ്യക്തമാക്കി. സച്ചിദാനന്ദനോടുള്ള വിയോജിപ്പ് സിപിഐഎം നേതാക്കൾ ഇന്നും പ്രകടിപ്പിച്ചു. അല്ല, മാഷ് പറയണത് അങ്ങനെയല്ല. മാഷ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുടർച്ചയൊക്കെ വരുമ്പോൾ നമുക്കൊരു ജാഗ്രത വേണമല്ലോ. ഇപ്പൊ ഞങ്ങൾ തന്നെ പണ്ട് പറയുമല്ലോ, ഈ ജനലും വാതിലും തുറന്നു ഇട്ടാലേ കാറ്റ് വരുള്ളൂ, പക്ഷെ ഈച്ചയും പ്രാണിയും കൊതുകും വരും. അപ്പൊ ഈച്ചയും പ്രാണിയും കൊതുകിനെ നമ്മൾ നോക്കിക്കൊള്ളണം, അത് ശ്രദ്ധിച്ചോളണം അതിനെല്ലാം. പക്ഷെ അതുപോലെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട തുടർഭരണം വരുമ്പോൾ ഞങ്ങൾ തന്നെ കാണുന്ന ചിലപ്പോൾ തെറ്റായ പ്രവണതകൾ വരാം, അതിനെല്ലാം ജാഗ്രതയോടുകൂടി കാണണം. അത്ര മാഷ് അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതേസമയം സച്ചിദാനന്ദനുള്ള പിന്തുണ ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. നമ്മൾ ജനങ്ങൾ പറയുന്നതിന് ദൈവമേ മൂന്നാമത്തെ ഭരണം വരില്ലേ, ഏത് തുടർ ഭരണം വേണ്ടാന്ന് സാറ ടീച്ചർ എന്താ പറഞ്ഞത്, നോവലിസ്റ്റ്, അയ്യോ പിണറായി അത് വേണ്ടാന്ന്. കേരളം പറയുന്നതാണ്, സാംസ്കാരിക പ്രവർത്തകർ പറയുന്നത് കേരളത്തിന്റെ മനസ്സാണ്. ഞാൻ പറഞ്ഞത് ഈ പിണറായി എന്ന് പറയുമ്പോൾ ഞാനത് നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. എന്താ കാര്യം എന്നറിയാം, ഈ മൂന്നെന്ന് കേൾക്കുമ്പോൾ ആളുകൾ തലേ കൈവയ്ക്കും, ദൈവമേ ഇവന്മാര് വീണ്ടും വരാൻ പോരാണ്. തൃശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ, തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് എന്നിവർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്ത് ശ്രീകുമാരനിലേക്കാണ്. ശ്രീജിത്ത്, നമുക്കറിയാം കെ സച്ചിദാനന്ദന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്, ഇന്നും അത് തന്നെ ആവർത്തിക്കുകയാണ് അദ്ദേഹം. ഇത് എപ്പോഴായിരുന്നു ജില്ലാ സെക്രട്ടറിയും മറ്റും വീട്ടിലെത്തി അദ്ദേഹത്തെ കണ്ടത്? എന്തായിരുന്നു ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം, ഉദ്ദേശം? ലക്ഷ്യം വ്യക്തമാണ്. ഇന്ന് രാവിലെ കെ സച്ചിദാനന്ദൻ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. അത് തുടർഭരണം വേണ്ട എന്ന അദ്ദേഹത്തിന്റെ ഒരു നിലപാട് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വലിയ തോതിലുള്ള സൈബർ അധിക്ഷേപം അദ്ദേഹത്തിനെതിരെ വന്നു. അദ്ദേഹത്തിനെതിരെ മാത്രമല്ല, സാറ ടീച്ചർക്കെതിരെ, സാറ ജോസഫിനെതിരെയും അത്തരത്തിൽ ഒരു സൈബർ അധിക്ഷേപം വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് വീണ്ടും മാർക്സിസ്റ്റ് ഉദ്ധരണികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട്, മാർക്സിസ്റ്റ് ചിന്തകരെ ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വരുന്നത്. മറ്റു തരത്തിലുള്ള വിമർശനങ്ങളോട് പ്രതികരിക്കാൻ ലജ്ജ തോന്നുന്നുവെന്ന് പറഞ്ഞാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സച്ചിദാനന്ദൻ അവസാനിപ്പിച്ചത്. പക്ഷേ സച്ചിമാഷ് ആ പോസ്റ്റ് ഇട്ടതോടുകൂടി വീണ്ടും സൈബർ അധിക്ഷേപം ഒരു പരിധിവരെ വീണ്ടും കൂടുകയാണ് ഉണ്ടായത്. ഒരു CPM സൈബർ സഖാക്കൾ വലിയ തോതിലുള്ള ആക്രമണവുമായി രംഗത്ത് വന്നു. അത് സൈബർ സഖാക്കൾ ഒരുപക്ഷെ മറ്റു തരത്തിലുള്ള ആക്രമണം നടത്തുകയാണെങ്കിൽ CPMന്റെ സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറിയായ കരിവള്ളൂർ മുരളി അടക്കമുള്ള ആളുകൾ താത്വികമായി തന്നെയുള്ളൊരു വിമർശനമാണ് ഉയർത്തിയത്. അശോകൻ ചെരുവിൽ ആ പോസ്റ്റിനെതിരെയും വിമർശനം ആയി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടി ചേർന്നാണ് ഉച്ചയോടുകൂടി ഏതാണ്ട് ഒരു 1 മണി 1:30 മണിയോടുകൂടി കെ വി അബ്ദുൽ ഖാദർ അവിടേക്ക് എത്തിച്ചേരുന്നത്. ഒരു അരമണിക്കൂർ നേരം ആ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. നമ്മൾ എടുത്തു പറയേണ്ടത് സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റായ ഇത്തരത്തിൽ വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞിരുന്ന അശോകൻ ചെരുവിലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ട് ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരം കെ സച്ചിദാനന്ദൻ സച്ചിമാഷുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് വളരെ സന്തോഷപൂർവ്വം പിന്നീട് പൂമുഖത്തേക്ക് വന്ന് കെ വി അബ്ദുൽ ഖാദറിനെ യാത്രയാക്കുന്ന സച്ചിദാനന്ദനെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയുമാണ് നമ്മൾ കണ്ടത്. നമ്മളോട് കാര്യമായ രീതിയിലൊന്നും പ്രതികരിക്കാനില്ലെന്ന് സച്ചിമാഷും ഭാര്യയും അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കെ വി അബ്ദുൽ ഖാദർ പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് വിശാല അർത്ഥത്തിലുള്ള വിമർശനമാണ്. അത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാരിനെതിരായോ ആയി കാണാൻ കഴിയില്ല. അത് അത്തരത്തിലുള്ള വന്ന വാർത്തകൾ തെറ്റാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും നിലനിൽക്കുന്നുണ്ട് ചോദ്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എടുത്തു പറയേണ്ടത് ബംഗാളിനേത് സമാനമാകും കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞതിനുള്ളൊരു മറുപടി ആയോ എന്ന ചോദ്യത്തിന് അതിന് വ്യക്തമായ ഉത്തരം എന്തായാലും ഇല്ല. എന്തായാലും താൽക്കാലികമായി ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ ഇങ്ങനെ പ്രസ്താവനകൾ നടത്തുന്നത് അവസാനിപ്പിച്ചോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ അങ്ങനെ ഒന്നും പറയാറായിട്ടില്ല എന്ന് തന്നെയായിരിക്കും മറുപടി. എന്തായാലും ഈ താൽക്കാലികമായി ഇനിയൊരു പ്രതികരണത്തിന് സച്ചിദാനന്ദൻ മുതിരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് CPM നേതൃത്വവും കരുതുന്നത്. പക്ഷേ അനുനയത്തിന് അദ്ദേഹം പൂർണ്ണമായി വഴങ്ങിയോ എന്ന ചോദ്യത്തിന് അതൊരു പക്ഷേ ഉണ്ടായിക്കാണണമെന്നില്ല. ഇനിയും പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാമെന്ന് അവർ ഇതിനകം തന്നെ കണക്ക് കൂട്ടുന്നുമുണ്ട്.
അമൃത. ശരി, ആർ ശ്രീജിത്ത് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, തന്റെ നിലപാട് ഇന്നും ആവർത്തിക്കുകയാണ് കെ സച്ചിദാനന്ദൻ. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ കവിയും അതുപോലെ തന്നെ സാഹിത്യ അക്കാദമിയുടെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതിനെ എങ്ങനെയാണ് പാർട്ടി കാണുന്നത്? ഈ CPM അനുനയം എന്നൊക്കെ പറഞ്ഞ നേതാക്കൾ പോകുന്നുണ്ട് എങ്കിലും പല നേതാക്കളും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ തുറന്നു തന്നെ. അമൃത, തുടർഭരണം ആപത്താണെന്ന കവിയും സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കെ സച്ചിദാനന്ദന്റെ പരാമർശം CPIM-നെയും LDF-നെയും വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. മാത്രമല്ല, തുടർഭരണം ആപത്താണ് എന്നുള്ള സച്ചിദാനന്ദന്റെ പരാമർശങ്ങൾക്ക് പ്രതികരണങ്ങൾക്ക് പൊതുസമൂഹത്തിലും മറ്റും വലിയ തോതിലുള്ള സ്വീകാര്യതയുണ്ട് എന്നുകൂടി CPIM മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഒരു വശത്ത് സൈബർ ആക്രമണവും മന്ത്രിമാരുടെയും നേതാക്കളുടെയും പ്രതികരണവും സച്ചിദാനന്ദനെതിരായി വരികയും മറുവശത്ത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായി തൃശൂർ ജില്ലാ സെക്രട്ടറിയും സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റും പുരോഗമന കലാസാഹിത്യ നേതാവുമായ അശോകൻ ചെരുവിലും പോകുന്നത്. ഇവിടെ ഇന്നലെ വരെ സച്ചിദാനന്ദന്റെ പരാമർശങ്ങളെ വിചിത്രവാദമെന്ന് പരിഹസിച്ച സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റായ അശോകൻ ചെരുവിലാണ് ഇന്ന് ഉച്ചയ്ക്ക് അർണാട്ടുകരയിലുള്ള സച്ചിദാനന്ദന്റെ വസതിയിലെത്തി അദ്ദേഹവുമായി ഒരു അനുനയത്തിനുള്ള ശ്രമം നടത്തിയത്. ഇവിടെ സച്ചിദാനന്ദൻ എക്കാലത്തും ഇടതുപക്ഷ നിലപാട്, പുരോഗമന നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. ഒപ്പം തന്നെ ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിൽ സച്ചിദാനന്ദനെ പോലുള്ളവർ നടത്തുന്ന പ്രതികരണങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ പൊതു അണികൾ തന്നെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവർക്കിടയിൽ വലിയ തോതിൽ സ്വീകാര്യത ലഭിക്കും. ആ സ്വീകാര്യതയെ സൈബർ ആക്രമണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിമർശനങ്ങൾ കൊണ്ടോ ചെറുക്കാൻ കഴിയില്ല. അവിടെ അനുനയമാണ് വേണ്ടത് എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ അനുനയത്തിന് ശ്രമിച്ചത്. എന്തായാലും സച്ചിദാനന്ദന്റെ പരാമർശങ്ങൾ വലിയ തോതിൽ CPIM-നെ LDF-ന് പൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടിയും പി രാജീവും അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരും മറ്റു നേതാക്കളുമെല്ലാം സച്ചിദാനന്ദ മാഷിനെതിരെ രംഗത്ത് വരാൻ കാരണം. ശരി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.